നമ്മുടെ നാട്ടിലെ ആശമാർ, ആശാ വർക്കേഴ്സ് അവർ വലിയൊരു സമരത്തിലാണ്. സർക്കാരിനാണെങ്കിൽ അവരോട് പുച്ഛം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമപുച്ഛം. ഒരു മന്ത്രി വന്ന് ചോദിക്കുകയാണ് ആശമാർക്ക് നട്ടല്ലില്ലേ. പിന്നെ മുഖ്യമന്ത്രിയുടെ കാര്യം പറയേ വേണ്ട. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പാവങ്ങൾ വെയിലും മഴയും കൊണ്ട് നിരാഹാര സമരം കിടക്കുന്നത് റോട്ടിൽ കൂടി പോണ പട്ടിയും പൂച്ചയും വരെ തിരിഞ്ഞു നോക്കി കാണുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് അങ്ങോട്ട് മാത്രം നോക്കാൻ പറ്റുന്നില്ല. പണ്ട് ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടി പോയ ധീരനും ശൂരനും രംഗണ്ണനുമായ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ആശമാരുടെ മുന്നിൽ പോയി നിൽക്കാൻ മുട്ട് വിറയ്ക്കുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ നാട്ടിൽ തൊഴിൽ ചെയ്യുന്ന ആണിനോ പെണ്ണിനോ ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ടത് ഈ വോട്ട് മേടിച്ച് കയറിപ്പോയി ആ കസാലയിലിരിക്കുന്ന ഈ പാവപ്പെട്ടവരുടെ തൊഴിലാളികളുടെ തൊഴിലാളി സമരങ്ങൾ ചെയ്ത് മുന്നോട്ട് വന്ന ഈ പാർട്ടിയിലെ ഈ ഗവൺമെന്റിന്റെ ഈ മുഖ്യമന്ത്രിയായ പിണറായി വിജയനല്ലേ. അയാൾ അനങ്ങാ പാറയാണ്. അയാൾ മകൾക്ക് എന്തെങ്കിലും സീൻ ഉണ്ടായാൽ ഓടി കേന്ദ്രത്തേക്ക് ഓടിപ്പോവും. നാട്ടിൽ വേറെ ആർക്ക് വിഷയം ഉണ്ടായാലും അയാൾക്ക് അറിയേണ്ട കാര്യമേ ഇല്ല അയാൾക്ക്. അങ്ങനെ നമ്മളെ ആശമാർ നല്ല സമരത്തിലാണ്. നമ്മളെ പിണറായി വിജയൻ സഖാവിന് നല്ല രീതിയിലുള്ള കൊട്ട അവർ കൊടുക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടി. കേട്ടോ, അയാൾ ഇരട്ടച്ചങ്ങനാണ്, ഊരി പിടിച്ച വാളിന്റെ മുന്നിൽ കൂടെ നടന്നു. എന്താ ഈ ഇരിക്കുന്ന സ്ത്രീകളെ ഈ വാളില്ലാത്തതുകൊണ്ടാണ്. ഞാൻ അയാളോട് അയാളെ വെല്ലുവിളിക്കുക. ഞാൻ അയാൾക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ, ഇരട്ടച്ചങ്ങെന്ന് പറയുന്ന അയാൾക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അയാൾ ഇവിടെ വരട്ടെ. അയാൾ ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ നടക്കുന്നേ? കേന്ദ്രമന്ത്രി ചർച്ച ചെയ്തെന്താ മോള കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. സുരേഷ് ഗോപി വന്നപ്പോഴേ ഞങ്ങളെ മണിമുറ്റത്ത് ആവണി പന്തൽ പാടി. ശരിയാ, മുഖ്യമന്ത്രി എവിടെ പോയിരുന്നു? മുഖ്യമന്ത്രി വന്നായിരുന്നെങ്കിലേ ഞങ്ങൾ കള്ളിപ്പെണ്ണെ പാടിക്കൊടുക്കുമായിരുന്നു. എന്തേ വിടാതിരുന്നേ? വിട്ടുകൂടായിരുന്നോ? ബിന്ദുമന്ത്രി വരുന്നില്ലായിരുന്നോ? ഞങ്ങൾ പറയുമായിരുന്നു തുള്ളി തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണേന്ന് പാടുമായിരുന്നു. ഞങ്ങൾ സുരേഷ് ഗോപി വന്നപ്പോൾ ഞങ്ങൾ അന്തസ്സോടു കൂടി പാടി. ഇനിയും പാടും. ഇനി പാട്ടറിയണമെങ്കിൽ മുഖ്യമന്ത്രിനോട് ഇങ്ങോട്ട് വരാൻ പറ, അല്ലെങ്കിൽ ഈ ശ്രീമതി ബിന്ദു മന്ത്രി ഇങ്ങോട്ട് വരാൻ പറ. ഞങ്ങൾ പാടി കേൾപ്പിച്ചു കൊടുക്കാം. ഞങ്ങൾക്ക് നട്ടലുണ്ട്. നട്ടലുള്ളതുകൊണ്ടാണ് ഈ 41 ദിവസം ഈ നിരാഹാരം കിടക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ കിടക്കോ? എന്തേ ഈ 41 ദിവസം ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങിയല്ലോ. എന്തേ ഇവിടെ ഈ കാലിൻ്റെ ചോട്ടിലൊന്നും വന്ന് നോക്കാതിരുന്നേ? അപഹസിച്ച് പറയാനേ ഈ മന്ത്രിക്ക് അറിയാവൂ. മന്ത്രിയെ പഠിപ്പിച്ച സാറല്ല ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അവരുടെ സംസ്കാരമല്ല ഞങ്ങൾക്ക് ഇതിൻ്റെ മറുപടി ഒന്നും പറയാനില്ല. ഞങ്ങൾ മറുപടി പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ അതിരുകടന്ന് പറയിക്കാൻ ഇടയാക്കാതിരിക്കാൻ പറ മന്ത്രിയോട്. ബഹുമാനപ്പെട്ട മന്ത്രി, ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് സംഭവിക്കാനില്ല കേട്ടോ. ഞങ്ങളിവിടെ 3 ദിവസം ഞങ്ങളുടെ മക്കളിവിടെ നിരാഹാരം കിടക്കുക. ഈ അവസരത്തിൽ ഞങ്ങളെ ഭദ്രകാളിയാക്കാതെ ഇരിക്കവിടെ. ഊരിപ്പിടിച്ച വാളിനേക്കാൾ മൂർച്ചുണ്ട് ഇവരുടെ ഓരോരുടെ ആളുകളുടെയും വാക്ക്, ഇവരുടെ പ്രശ്നങ്ങൾ, ഇവരുടെ ഇമോഷൻസ്. അതൊന്നും പിണറായി വിജയനെ കൊണ്ട് താങ്ങാൻ പോണില്ല. പിണറായി വിജയൻ എന്നല്ല, ഈ മന്ത്രിസഭയിൽ 3 സ്ത്രീ റെപ്രസെൻറ്റേഷൻ ഉണ്ടല്ലോ. ആർ ബിന്ദു എന്താ പറയുക ഈ സമരത്തിനെ കുറിച്ച് പറഞ്ഞേ? സുരേഷ് ഗോപി വന്നപ്പോൾ നിങ്ങൾ ഡാൻസ് കളിച്ച് പാട്ട് പാടിയില്ലേ? സുരേഷ് ഗോപി വന്നപ്പോൾ നിങ്ങൾ ഡാൻസ് കളിച്ച് പാട്ട് പാടിയ നിങ്ങൾക്ക് സുരേഷ് ഗോപിയോട് കേന്ദ്രത്തിൽ പോയിട്ട് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് അവിടെ നിങ്ങളെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനുള്ള കാര്യങ്ങൾ അവിടെ സംസാരിച്ചുകൂടായിരുന്നു? നിങ്ങളെന്തിനാ പാട്ട് പാടാൻ പോയ? അതിനുള്ള നട്ടല് നിങ്ങൾക്കില്ലേന്നാണ് ഇവിടെ ആർ ബിന്ദു ഇവരോട് ചോദിച്ചിട്ടുള്ളത്. ആർ ബിന്ദുവിനുള്ള സാധനം നട്ടല് തന്നെയാണ് എന്നുണ്ടെങ്കിൽ, ആ നട്ടലിനൊരു പ്രശ്നവും ആർ ബിന്ദുവിന് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ലേശം ഉളുപ്പും നാണവും മാനവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീകളെ കിടക്കുന്നിടത്ത് പോയി നോക്കണം വേണം. നട്ടലിന് ഉറപ്പുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുക അവർക്ക്. നിങ്ങളെ നട്ടലിന് ഉറപ്പുണ്ട്. നിങ്ങൾ നാട്ടുകാരുടെ നട്ടലിൻ്റെ ഉറപ്പും അളവും എടുക്കാനല്ല നടക്കേണ്ടത്. വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ചിരിച്ച് എരന്ന് പിടിച്ച് കുനിഞ്ഞ് ഇതേ നട്ടൽ കുനിച്ചിട്ടാണ് നാട്ടുകാരുടെ മുന്നിൽ എരന്ന് സീറ്റ് കയറിയിരുന്നത്. ആ സമയത്ത് നാട്ടുകാരുടെ നട്ടലിൻ്റെ അളവെടുക്കാൻ ആർ ബിന്ദുവിന് പറ്റിയിട്ടുണ്ടായിരുന്നോ? ഇപ്പം ആർ ബിന്ദുവിന് പറ്റുന്നുണ്ട്. ആർ ബിന്ദു പറഞ്ഞത് കേട്ടോ. അത് ആദ്യം തുടക്കത്തിൽ SUCIയുടെ നേതൃത്വത്തിലുള്ള ഏതാനും ആശാപ്രവർത്തകരാണ് സമരം നടത്തിയിരുന്നത്. ഇപ്പോൾ BJP ആണ്, BMS ആണ് സമര നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അത് വലിയൊരു വിരോധാഭാസമാണ്. കാരണം BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളിലേക്ക് വോളണ്ടിയേഴ്സായിട്ട് കടന്നു വന്നിട്ടുള്ള ആശമാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ തങ്ങളുടെ അവകാശം സംബന്ധിച്ച ഒരു ഡിമാൻഡും ഉന്നയിക്കുന്നില്ല.
BMSൻ്റെ നേതൃത്വത്തിൽ കേരള ഗവൺമെൻറ്റിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ ഉത്തരവാദിത്തം. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പാട്ടുപാടും ഡാൻസ് ചെയ്യുന്നല്ല അവർ ചെയ്യേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള നട്ടെല്ലാം അവർക്ക് ഉണ്ടാവണം. ബിന്ദു മാഡം, അറ്റ്ലീസ്റ്റ് സുരേഷ് ഗോപി അവിടെ ചെന്നു, നിങ്ങൾ ചെന്നോ? നിങ്ങളെ മുഖ്യൻ ചെന്നോ? അല്ല, 3 ആളുണ്ടല്ലോ സ്ത്രീ സാന്നിധ്യങ്ങൾ. പോയോ? പോവാൻ നിങ്ങൾക്ക് നട്ടലിന് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ അത് പറയണം. അല്ലാതെ അവരുടെ നട്ടലിൻ്റെ ഉറപ്പല്ല മിനിസ്റ്ററോട് അളക്കേണ്ടത്. ഓക്കെ. ഇനി വീണ ജോർജ് പോയി. ആശമാരൊക്കെ വിചാരിച്ചു ഭയങ്കര പ്രതീക്ഷയിൽ ഇതാ പോണു വീണ ജോർജ്, ഇപ്പം നമ്മുടെ പ്രശ്നങ്ങൾ തീരുമാനമാക്കാൻ സെൻറ്ററിലേക്ക് പോവുകയാണെന്നുള്ളത്. എന്നിട്ട് എന്തുണ്ടായി? അവിടെ നേരെ വീണ ജോർജ് നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ക്യൂബയിൽ വന്നിട്ടുണ്ടായിരുന്ന ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററാന്ന് തോന്നുന്നുണ്ട് ക്യൂബേൻ്റെ, അയാളെ കണ്ട് അത്താഴമൊക്കെ കഴിച്ച് കേരളത്തിലേക്ക് എന്തോ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡീലോ കാര്യങ്ങളോ, ഇനി ക്യൂബൻ മോഡൽ ഹെൽത്ത് ആയിരിക്കും കേരളത്തിൽ എല്ലാവർക്കും എന്നുള്ളത് ഉറപ്പ് വരുത്താനാണോ എന്നറിയില്ല. എന്താണെങ്കിലും അങ്ങനെ ഒരു പരിപാടിക്ക് 36 എന്ത് ചെയ്ത് നേരെ ഇവിടുന്ന് കയറി ചെന്ന് പാവ ആശകളുടെ എല്ലാ ആശയും അവിടെ തവിട് കൂടിയായി. മനസ്സിലായോ? ഇവരുടെ പ്രശ്നം പറയും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ അതൊന്നും നടന്നില്ല. അങ്ങനത്തെ പരിപാടിയല്ല. 37 മറ്റേ അർമാനിയുടെ ബാഗും തൂക്കി അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഏഷ്യാനെറ്റാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഇതിനി വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയാണ്ട്. ഇതിൽ കംപ്ലീറ്റ് ബ്ലെയിം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇതിൽ സെൻട്രൽ ഗവൺമെൻറ്റിനും ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ആശമാരുടെ വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പാർട്ടി, ജോലി ചെയ്യുന്ന പാടത്തും വരമ്പത്തും വേർപ്പിലും ചളിയിലും ജോലി ചെയ്ത് അങ്ങനെ വരുന്ന ഒരു സൊസൈറ്റിയെ മൊത്തം റെപ്രസെൻ്റ് ചെയ്ത് ചെങ്കൊടി കയ്യിലേന്തി പാവപ്പെട്ടവനും ജോലിക്കാർക്കും വേണ്ടി നിലനിൽക്കുന്ന എത്രയോ വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ചെയ്ത ഈ രാഷ്ട്രീയ പാർട്ടീൻ്റെ ഏറ്റവും വലിയ നേതാവായ പിണറായി വിജയൻ അടക്കം തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ, അത് ഭയങ്കര പ്രശ്നമാണ്. ഈ പാർട്ടിയിൽ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവർക്കും വെറും പരമ പുച്ഛമാണ് ആശമാരോട്. ആ പുച്ഛം വരാൻ കാരണമാണ് നേരത്തെ ബിന്ദു സംസാരിച്ച ബിന്ദുവിൻ്റെ വാക്കുകളിലിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പെട്ട ഓരോ നേതാക്കന്മാർക്കും ഈ സമരം അവർ പൊളിറ്റിക്കലി എടുക്കുകയാണ്. SUCI ആണ് ഇതിന് ബാക്കപ്പ് കൊടുക്കുന്നതെന്നും BMSഉം ഇതിന് ബാക്കപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും. അപ്പം അങ്ങനെ ഇവരൊക്കെ ബാക്കപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ മേലേക്കോ ഇവർ ചോദ്യങ്ങൾ ചോദിക്കാത്തത് എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ബുദ്ധിരാക്ഷസന്മാരുടെ തലയിൽ കയറിയിരിക്കുന്നത്. നിങ്ങൾ അവർ സമരം ചെയ്യുന്ന ആശമാരുടെ പന്തലിലേക്കൊന്ന് പോയി നോക്കണം. കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ്, നിങ്ങളൊന്ന് പോയി നോക്ക്. അതിനകത്ത് രാഷ്ട്രീയം നോക്കാതെ, ഓക്കെ, അതിനകത്ത് രാഷ്ട്രീയം നോക്കുന്നില്ല. അവിടെ BJPക്കാരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ പാർട്ടിയിൽ ഒന്നും പെടാത്തവരടക്കം അവിടെ വന്നിരിക്കുന്നുണ്ട്. ആശമാരെന്ന് പറഞ്ഞാൽ വെറും ആശമാരുടെ ആ ഒരു അവരുടെ പ്രശ്നങ്ങളാണത്. മനസ്സിലായോ? അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരിയായ ആശയാണ് ഞാൻ, എനിക്കൊരു പ്രശ്നമില്ല, എൻ്റെ പാർട്ടിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഞാൻ മറ്റേ BJPക്കാരിയായ ആശയാണ്, കേന്ദ്രത്തിന് എൻ്റെ സർക്കാരായിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കും കുഴപ്പമില്ല. കോൺഗ്രസ്സുകാരായ ആശമാർക്ക് രേശം പ്രശ്നമുണ്ട്, അവിടെ ഇവിടെയും മറ്റവരാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ ഞങ്ങൾ കുറച്ച് പ്രശ്നം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണോ നിങ്ങളൊക്കെ വിചാരിച്ച് വെച്ചിട്ട്? എനിക്ക് അറിയില്ല ഈ ഇങ്ങനെയൊക്കെ ചിന്താഗതി രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവുമോ, അതോ റെസ്പോൺസിബിലിറ്റിന്ന് മാറിപ്പോകാനുള്ള പുതിയ തന്ത്രങ്ങളാണോ? സ്ഥിരം മെമ്പേഴ്സാണ്, ഓക്കെ, നമ്മളെ ആക്രമിക്കുന്നവർ നമ്മളെ എതിർ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികൾ. ഈവൻ INTUC ആണെന്നുണ്ടെങ്കിലും CITU ആണെന്നുണ്ടെങ്കിലും ആശമാരുടെ സമരത്തിലേക്ക് ഇവരാരും ചെന്നിട്ടില്ല. CITU ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആശമാരാണെന്ന് പറഞ്ഞിട്ട് വേറെ ആരൊക്കെയോ കൂട്ടിപ്പോയിട്ട് അവിടെ ഇരുന്നിട്ട് കുറേ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഇരുന്നിട്ട്, സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ ഇരുന്നിട്ട് കുറേ സമരം വിളിച്ചിട്ട് അവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, ഇനി ആശമാരുടെ ബേസിക് വിഷയങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഏറ്റവും ബേസിക് വിഷയങ്ങളിലേക്ക് നമുക്ക് പോയി നോക്കാം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ സ്കീമിൽ പെട്ട ആളുകളാണ് ആശാ വർക്കേഴ്സ്. തുടക്കകാലങ്ങളിലൊക്കെ ഒരു പാർട്ട് ടൈം ജോലി പോലെ മണിക്കൂറുകൾ മാത്രം അവർക്ക് കിട്ടാവുന്ന അസൈൻ ചെയ്ത കാര്യങ്ങൾ മാത്രം ചെയ്തു തീർക്കാൻ പറ്റുന്ന ചെറിയൊരു ജോലിയായിട്ട് മാത്രം ആശാ വർക്കേഴ്സ് തുടങ്ങിയെങ്കിലും കോവിഡിന് ശേഷം അല്ലെങ്കിൽ കോവിഡിൻ്റെ സമയത്തും കോവിഡ് കഴിഞ്ഞതും ഒക്കെ ഇന്ന് ഈ ഒരു ടൈം വരെ വളരെ എന്താ പറയുക, അവരെ ഭയങ്കര മിൽക്ക് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഇവർക്ക് ഓരോ അസൈൻമെൻറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, സെൻട്രലാണെങ്കിലും സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും ആശാ വർക്കേഴ്സിനെ കൊണ്ട് ബേസിക്കലി ഇപ്പോൾ ഒരു ഫുൾ ടൈം ജോലിനേക്കാൾ കൂടുതൽ സമയം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പാർട്ട് ടൈം ജോലിക്ക് പണ്ടത്തെ പോലെ പോകാൻ പറ്റില്ല, ഒരു സൈഡിലുള്ള ജോലി പോലെ ഇത് കാണാൻ പറ്റില്ല. എന്നാൽ കിട്ടുന്ന വേതനം വളരെയധികം കുറവും, പണി എന്ന് പറഞ്ഞാൽ കുന്നുകൂടി കിടക്കുന്ന പണി. ഇതാണ് ആശാ വർക്കേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവർ ചെയ്യേണ്ടത് ഈ സെൻട്രൽ സ്കീമിൻ്റെ അടിയിലുള്ള ഈ ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് അല്ലാത്ത ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഇന്ത്യയിൽ മൊത്തം ഫുൾ ടൈം എംപ്ലോയി ആക്കിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെ കൊണ്ട് ഇത് തൊഴിലാണ്, ഇവർ ചെയ്യുന്നതും തൊഴിലാണ്, തൊഴിലാളികളാണ് എന്നുള്ള രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ്റാണ് ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, ഇത് തൊഴിലാണ് എന്ന് പറയേണ്ടത്. ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ആക്കണം. ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ആക്കിയാൽ പിന്നെ മിനിമം വേജ് കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഇതാക്കാത്തിടത്തോളം കാലം ഓക്കെ, ഈ ഓണറേറിയം പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഇവർക്ക് ഈ വരുന്നവരുടെ ബാക്കി ഇൻസെൻറ്റീവിൻ്റെ കാര്യം പറഞ്ഞിട്ടൊക്കെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് സംസാരിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ബേസിക് ആവശ്യം, ഫസ്റ്റ് ആവശ്യം സെൻട്രൽ ഗവൺമെൻറ് ഇവരെ ഫുൾ ടൈം എംപ്ലോയി ആക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് സംഗതി. ഓക്കെ, ഇനി എന്താണ് ഒരു ആശാ വർക്കറിൻ്റെ സാലറി? 13,200 രൂപ എന്നാണ് എൻ്റെ അറിവിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആർക്കെങ്കിലും അതിലൊരു എതിരഭിപ്രായം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യം കണക്ക് പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഒരു ആശാ വർക്കർക്ക് കിട്ടുന്നത് ഓണറേറിയം 7,000 രൂപ. അത് സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ കൊടുക്കുന്ന ഓണറേറിയമാണ്. നിശ്ചിത ഇൻസെൻറ്റീവ് 3,000 രൂപയാണ്. അതിൽ തന്നെ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 10,000 രൂപയായി. ഇനി അഡീഷണൽ വരുന്ന ഇവരുടെ സ്കീമുകളിൽ വിവിധ എന്താ പറയുക സ്കീമുകൾ വരും. ആ സ്കീമുകൾ ഇവർ ഇനീഷ്യേറ്റ് ചെയ്ത് ഇവരെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഇൻസെൻറ്റീവായിട്ടൊരു 3,000 രൂപ ലഭിക്കും. ഈ ഇൻസെൻറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആ ടാസ്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. ഇനി ആർക്കെങ്കിലും അങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇൻസെൻറ്റീവ് കുറയും. ഇൻസെൻറ്റീവ് കുറയുമ്പോൾ ഓണറേറിയം കുറയും. ഇതാണ് അവസ്ഥ. ഓക്കെ, ഫോൺ അലവൻസ് എന്ന് പറഞ്ഞിട്ട് 200 രൂപ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ ഓൺ ആവുന്നുണ്ടോ, ഏതാ കമ്പനി, എന്താ പരിപാടി എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. ഫോണിനെ കുറിച്ച് നമുക്ക് വേറെ ചെയ്യാം. അങ്ങനെ ആകെ തുക 13,200 രൂപയാണ് ഒരു ആശാ വർക്കർക്ക് ഇപ്പോൾ കിട്ടുന്നത്. എന്നാൽ ഒരു ആശാ വർക്കർക്ക് 2016 UDF ഗവൺമെൻറ് ഭരിച്ചിരുന്ന ഒരു സമയത്ത് വരെ 1,000 രൂപയായിരുന്നു ഈ പറഞ്ഞ ഓണറേറിയം. എന്നാൽ 2024 ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് 6,000 രൂപ വർദ്ധിപ്പിച്ച് 7,000 എത്തിച്ചിട്ടുണ്ട് ഈ ഗവൺമെൻറ്. ഓക്കെ, ഉള്ളതുപോലെ പറയണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇനിയും വർദ്ധിപ്പിക്കാൻ റെഡിയാണ് എന്നുള്ളത് വീണ ജോർജ് പറയുന്നുണ്ട്. അത് ചെയ്യോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ എനിക്കില്ല. കാരണം കേരളം അവർ കമ്പയർ ചെയ്ത് ബാക്കി സ്റ്റേറ്റുകളെ വെച്ചിട്ട് മന്ത്രിമാർ സംസാരിക്കുമ്പോൾ പറയുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് എന്നാണ് അവരുടെ ക്ലെയിം. എന്നാൽ അതിൽ മാറ്റമുണ്ട്. വേറെ പല സ്റ്റേറ്റുകളിലും ഇതിലും കൂടുതൽ കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇനി എനിക്ക് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഓക്കെ, ഇനി JP നാഡ പാർലമെൻറ്റിൽ പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിന് ആശമാർക്ക് കൊടുക്കാനുള്ള എല്ലാ ഫണ്ടുകളും, അതായത് കേന്ദ്ര വിഹിതം കംപ്ലീറ്റ്ലി അവർ കൊടുത്തു. കേരളം തിരിച്ചെന്തോ ഒരു പേപ്പർ കൊടുത്തിട്ടില്ല. ആ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതാണ് കേന്ദ്രത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻ. ഇതാണ് സുരേഷ് ഗോപി പലവട്ടവും ഇവിടുത്തെ മീഡിയാസ് ചോദിക്കുന്ന സമയത്ത് JP നാഡ പറഞ്ഞല്ലോ, പാർലമെൻറ്റിൽ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത് മൂപ്പര് പറഞ്ഞില്ല, പറഞ്ഞല്ലോ, കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് സ്കിപ്പായിട്ട് ആ വഴിക്ക് കൊടയും കൊടുത്തിട്ട് പോയി. ഓക്കെ, അപ്പോൾ ഈ ഒരൊറ്റ വാക്ക് മാത്രമാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പേപ്പർ കിട്ടിയില്ല എന്ന് പറഞ്ഞ തട്ടും, ഇവിടുന്ന് അങ്ങോട്ട് ഫണ്ടേ വന്നില്ല എന്ന് പറയും. വന്ന ഫണ്ട് എന്താ ചെയ്തതെന്നുള്ളത് അറിയാനാണ് കേന്ദ്രം പേപ്പർ ചോദിക്കുന്നത്. ഫണ്ടേ വന്നില്ല എന്നാണ് ഇവർ. ഇതെന്ത് പുകയായി പോണ ഈ സാധനങ്ങൾ. കൃത്യസമയത്ത് ഇവർക്ക് വേതനം കിട്ടാറില്ല എന്നുള്ളൊരു ഏറ്റവും വലിയൊരു കാര്യത്തിൽ ഞാൻ എടുത്തു പറഞ്ഞുതരാം. KSRTC പോലെ തന്നെയാണ്, വേതനം കിട്ടുന്നതിലൊക്കെ കുറച്ച് മെല്ലപ്പോക്കാണ്. ഇനി എന്തിനാണ് ആശമാർ സമരം ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഓണറേറിയം വർദ്ധിപ്പിക്കുക, അത് കേരള സർക്കാരിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പണ്ടത്തെ പോലെയല്ല, ആശാ വർക്കേഴ്സിൻ്റെ ടാസ്ക് വളരെ കൂടുതലാണ്. അവരെടുക്കുന്ന പണി ഭയങ്കരമാണ്, അവരുടെ വർക്ക് ലോഡ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 7,000 എന്നുള്ളത് വേണമെങ്കിൽ ഒരു 12,000 വരെ കൂട്ടി കൊടുക്കാൻ പറ്റും, 5,000 രൂപ വരെ കൂട്ടി വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം അവർ ആവശ്യപ്പെടുന്നത് ഈ 13,500 നിന്ന് 21,000 രൂപയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആവശ്യപ്പെട്ടാലും കേരളത്തിൻ്റെ ബഡ്ജറ്റ് എടുത്ത് നോക്കിയിട്ട്
ഇവരുടെ ഈ ആവശ്യം അംഗീകരിച്ചാലും ഏകദേശം ഒരു 400 കോടി രൂപയെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇവർക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. പക്ഷേ അതിനുള്ള പണി അവരെടുക്കുന്നുണ്ട്. അതൊരു ബേർഡനായിട്ട് എന്തായാലും കുറേ കടക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇവരുടെ 400 കോടി മാറ്റി വെച്ചു എന്നുള്ളത് കൊണ്ട് ഒന്നും ഇവിടെ പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല. അത് കേരള സർക്കാരിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ചെയ്യുമോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്കറിയാൻ പാടില്ല. ഓണറേറിയം വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം, കാരണം അത്രത്തോളം അവർ പണിയെടുക്കുന്നുണ്ട്. ഇനി വേതനവും എല്ലാ മാസവും കൃത്യമായി നൽകുക. ഇവിടെ ഗവൺമെൻറ് അടിയിലുള്ള KSRTCക്കാർ വർഷമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് തന്നെ മര്യാദയ്ക്ക് സാലറി ഒന്നും കൊടുക്കുന്നില്ല. എല്ലാ വട്ടം വന്നിട്ട് മുട്ടായിട്ട് കൊടുക്കും. അടുത്ത മാസം 1-ാം തീയതി തന്നെ കിട്ടും, അടുത്ത മാസം 1-ാം തീയതി തന്നെ കിട്ടും എന്ന് പറഞ്ഞിട്ട് കിട്ടി ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. ഓക്കെ, അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കൃത്യവേതനം കൃത്യസമയത്ത് കിട്ടും. കാരണം ഡെയിലി വേജിന് പണിയെടുക്കുന്നവർ, അന്നന്ന് പണിയെടുക്കുന്നവർക്ക് അന്നന്ന് കൂലി കിട്ടണം. അന്നന്ന് പോട്ടെ, മാസം തികയുമ്പോൾ കൂലി കൊടുക്കണം, കൂലി കൊടുക്കാൻ പറ്റണം. അത് പറ്റുന്നില്ല, മനസ്സിലായോ? അതൊക്കെ ചെയ്യണം. അതാണ് ഒരു സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി പ്രോപ്പറായി ചെയ്താലാണ് സർക്കാരാവുന്നത്. ഇനി അടുത്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക. ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കുമോ ഇല്ലയോ എനിക്കറിയില്ല. വേണമെങ്കിൽ സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുമായിരിക്കും. പെൻഷൻ സംവിധാനം നടപ്പാക്കുക. നടക്കുന്ന പരിപാടിയല്ല, ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് അല്ല, അതുകൊണ്ട് അതും കിട്ടാൻ ചാൻസ് ഇല്ല. 16 വർഷമായവരെ സ്ഥിരപ്പെടുത്തുക. അതും നടക്കുന്ന വഴിയല്ല. ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് അല്ല ആശാ വർക്കേഴ്സിൻ്റെ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ സ്കീമുകളൊന്നും നടക്കാൻ ഒരു ചാൻസും ഇല്ല. അതിന് കേന്ദ്രത്തിനോട് തന്നെ മൽപ്പിടുത്തം നടത്തണം. കേരളത്തിൽ മാത്രമല്ല, ആശാ വർക്കേഴ്സിൻ്റെ പ്രൊട്ടസ്റ്റ് ഇന്ത്യ ഒട്ടാകെ കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ട് ഇവർ സംസാരിക്കുന്നത് ഇവിടുത്തെ ഓണറേറിയത്തിനെ കുറിച്ചിട്ടാണ്. അത് ഇവിടുത്തെ സർക്കാരിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യവുമാണ്. ഇവർ ചെയ്തിട്ടുണ്ട്, ഇനി അവർക്ക് ചെയ്ത് കൊടുക്കണം. അവർ ചെയ്ത് കൊടുത്തേ പറ്റൂ. ഓക്കെ, PSCക്കും ബാക്കിയുള്ളതിനൊക്കെ അടിച്ചടിച്ച് കയറ്റി വിടുന്നുണ്ടല്ലോ, ഇല്ലേ? ചോദ്യം പറച്ചിലൊന്നും എവിടെയും കേട്ടിട്ടും കണ്ടിട്ടും ഇല്ല. പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുക്കണം. പാവപ്പെട്ടവൻ്റെ സർക്കാരല്ലേ, അതല്ലേ ചെയ്യണ്ടേ? അത് ചെയ്യണം. അവർ തിരിഞ്ഞു നോക്കാതെ അവരെ പോയി പുച്ഛിച്ച്, അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ കൂടി. ഇനി നമുക്ക് ന്യൂസിൽ ഒരാശാ വർക്കർ എടുത്തിട്ട് കോട്ടയുണ്ട് നമ്മളെ CPMൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവിന്. അതൊന്ന് നമുക്കൊന്ന് കേൾക്കാം. അതൊരു 1.5 ലൈറ്റാണ്. CPMന്റെ ശ്രീ അനിൽകുമാറിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ പറഞ്ഞല്ലോ ആശാ പദ്ധതി ഒരു കബളിപ്പിക്കലാണെന്ന്. പിന്നെ എന്തിനാ ഈ കബളിപ്പിക്കലുള്ള പദ്ധതി നിങ്ങൾ ഏറ്റെടുത്തത്? എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ആശാ പദ്ധതി കബളിപ്പിക്കലാണ്? ഞങ്ങളൊക്കെ കബളിപ്പിക്കലുകാരാണോ? ഇല്ല, ഞങ്ങളൊക്കെ നിത്യവൃത്തിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാ. ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് മാന്യമായൊരു വേതനം ഞങ്ങൾക്ക് കിട്ടണം. ഏറ്റവും കൂടുതൽ ഉപഭോക്തൃ സംസ്കാരമുള്ള നാടാണ് നമ്മുടെ കേരളം. എല്ലാത്തിനും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ടാക്സ് കൊടുക്കുന്ന ഒരു സംസ്ഥാനം ഏറ്റവും കൂടുതൽ. അരിയുടെ വില എത്ര? 65 രൂപ കുറഞ്ഞ 1 കിലോ അരി കിട്ടുമോ? തേങ്ങയുടെ വില എത്ര? 85-86 രൂപയായി. എങ്ങനെ ജീവിക്കും ഒരു സാധാരണ മലയാളി വീട്ടമ്മ? എങ്ങനെ ജീവിക്കും ഒന്ന് പറഞ്ഞതാ. ഒരു കുടുംബത്തിന്റെ ഗ്രഹനാഥയ അവരാണ്. ഒരു വീടിന്റെ അടുക്കള ഭാരം ഏറ്റെടുക്കുന്നത്, മറ്റു ചെലവുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടേ? ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ ഇപ്പം ഭർത്താവ് ഇല്ലാത്തതോ അല്ലെങ്കിൽ രോഗിയായി കിടക്കുന്നവരായിട്ടുള്ള ആ ഒരു പുരുഷന്റെ സഹായം ഇല്ലാതെ അമ്മമാരുമില്ലേ, വീട്ടമ്മമാരില്ലേ, ആശാപ്രവർത്തകരില്ലേ? ഇന്നലെ CPMന്റെ ഒരു മുതിർന്ന നേതാവാണ് എന്താ പറഞ്ഞത്, വിജയരാഘവൻ. ആ പുള്ളിക്കാരൻ എന്താ പറഞ്ഞത് 500 രൂപയും ഊണും കൊടുത്താൽ അവിടെ വന്നിരിക്കുന്നവരാണ് ആശാപ്രവർത്തകര്, യഥാർത്ഥ ആശമാരല്ലാന്ന്. പുള്ളിക്കൊന്ന് വരാമോ സെക്രട്ടേറിയറ്റ് മുമ്പിലോട്ട്? യഥാർത്ഥ ആശ ആരാണെന്ന് ഈ 39 ദിവസം കൊണ്ട് പൊരിവേലത്തും പെരുമഴയത്തിരിക്കുന്ന അമ്മമാര് പറഞ്ഞു കൊടുക്കുമായിരുന്നു യഥാർത്ഥ ആശമാരാരാണെന്ന്. ഇതാണ് പരമപുച്ഛം. അതായത് 500 രൂപയും ബിരിയാണിയും കൊടുത്താൽ പോയിട്ട് അവിടെ പോയി ജയ് വിളിക്കുന്നവരും അല്ലെങ്കിൽ ഇതേപോലെ പ്രതിഷേധം നടത്തുന്നവരുമാണ് ആശാ വർക്കേഴ്സ് എന്ന് വരെ ഇവിടുത്തെ പാർട്ടി നേതാക്കന്മാർ പറയുന്നുണ്ട്. പാവപ്പെട്ടവൻ്റെ പാർട്ടി, പാവപ്പെട്ടവന് വേണ്ടിയുള്ള പാർട്ടി, മനസ്സിലായോ? അതിനൊരു നേതാവ്, കിരീടം വെച്ച രാജാവ്. ഇവർ പാട്ട് പാടും. ഇവരുടെ പ്രൊട്ടസ്റ്റിൻ്റെ ഏത് രീതി ഇവരെടുക്കും? നിങ്ങൾ ചെയ്തില്ലേ? ഇതേ സർക്കാർ ആശമാർക്ക് വേണ്ടിയിട്ട് എന്തോ യൂത്ത് ഫെസ്റ്റിവൽ പോലത്തെ പരിപാടി എന്താ നടത്തി വിട്ടിട്ടുണ്ട്, കൾച്ചറൽ പ്രോഗ്രാമൊക്കെ വെച്ചിട്ട്. സോ ഇവരുടെ ഇടയിലും പാട്ടുകാരുണ്ട്, ഡാൻസ് കളിക്കുന്ന വീട്ടമ്മമാരാണ്. മനസ്സിലായോ? ഓരോ വീടുകൾ നമുക്കൊക്കെ കാണാം. നമ്മുടെയൊക്കെ വീട്ടിനപ്പുറത്തുള്ള ചേച്ചിമാർ ചിലപ്പോൾ ആശാ വർക്കർ ആയിരിക്കാം, നമ്മുടെ വീട്ടിനകത്ത് ആശാ വർക്കർ ഉണ്ടാവും. ഈ പാവപ്പെട്ടവൻ്റെ പാർട്ടി എന്ന് പറഞ്ഞ് ഭരണത്തിൽ കയറി ഒരു ഉളുപ്പില്ലാത്തരം കാണിക്കുന്നതിന് കാരണം ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ? ഓക്കെ, ഇവർക്ക് കേന്ദ്രം കൊടുക്കേണ്ടത് കേന്ദ്രം കൊടുക്കണം, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനു മുമ്പ് കേരളത്തിൽ നിന്ന് ആരെങ്കിലും പോണടേ, അതാണ് ചെയ്യേണ്ടത്.
മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ പാവപ്പെട്ടവൻ്റെ പാർട്ടിയുടെ നേതാവാണ് എന്നുണ്ടെങ്കിൽ ഇതാണ് പാവപ്പെട്ടവർ. ഓക്കെ, ആ വീട്ടമ്മമാരും ആ വന്നിരിക്കുന്ന അമ്മമാരാണ് പാവപ്പെട്ടവർ. ആ പാവപ്പെട്ടവരെ നിങ്ങൾക്ക് പാവപ്പെട്ടവരായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കണ്ണാടീൻ്റെ മുന്നിൽ പോയിരുന്ന് നിങ്ങൾ പിണറായി വിജയൻ തന്നെയാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യും ഒരു വട്ടം. മനസ്സിലായോ? പാവപ്പെട്ടവൻ്റെ പാർട്ടീൻ്റെ നേതാവായി മുഖ്യമന്ത്രി കസാരയിൽ ഇരുന്നു കൊണ്ട് ഈ പാവപ്പെട്ടവരെ നിങ്ങൾക്ക് നിങ്ങളെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നില്ല, നിങ്ങൾക്ക് അവരെ ശബ്ദം കേൾക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആ കസാലയിൽ നിന്ന് ഇറങ്ങിപ്പോയി കണ്ണും ചെവിയും ഒന്ന് ടെസ്റ്റ് ചെയ്യും. ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ എന്ത് പറയാൻ ഈ അവസ്ഥയ്ക്കൊക്കെ. ഇവർ ഈ കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്, അല്ലേ? അത് ഇനി വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വൻ വിവാദമായൊരു കാര്യമാണ് ഇവിടെ നമ്മുടെ LDF മാനിഫെസ്റ്റോ 2021 പ്രകടന പത്രികയൊക്കെ എടുത്തു വെച്ചിട്ട് കുറേ പേര് സർക്കാരിനെ കുറ്റം പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് ഇത് സർക്കാരിൻ്റെ നല്ല കാര്യം, നല്ല എന്താ പറയുക, ഇത് തിരിഞ്ഞു നോക്കാത്തത് ഏറ്റവും പൊട്ട കാര്യമാണ്. പക്ഷെ സർക്കാർ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാം എന്നുള്ളത് ഇവർക്കൊരു ഉറപ്പ് കൊടുക്കാത്തത് കൊണ്ടും ഇവരെ മുന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് പേടിയുള്ളത് കൊണ്ടുമാണ് ഈ ചേച്ചിമാരും ഈ അമ്മമാരും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാനടക്കം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അവിടെ പോയി നിൽക്കാനുള്ള ധൈര്യം വേണ്ട. നേരത്തെ ആ മിനിസ്റ്റർ അരബിന്ദ് പറഞ്ഞ പോലെ അവരുടെ നട്ടലിൻ്റെ അളവല്ല, ശക്തിയും അളവും അല്ല നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങളുടെയൊക്കെ നട്ടലിൻ്റെ അളവും ശക്തിയും നിങ്ങൾ നാട്ടുകാർക്ക് കാണിക്കും, മീഡിയയ്ക്ക് കാണിക്കുക, അല്ലെങ്കിൽ അവരെ മുന്നിൽ പോയി എന്നിട്ട് കാണിക്കും. അത് നിങ്ങൾ ചെയ്യണം. അത് നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ കള്ളന്മാരാണോ എന്ന് നാട്ടുകാർ സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തൊഴിൽ നയം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. 890 പോയിന്റ് നമ്പർ. മിനിമം കൂലി 700 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇത് 891 ആശമാരെ കുറിച്ച് പറയുന്നുണ്ട്. അംഗനവാടി ജീവനക്കാർക്ക്, ആശാ വർക്കർമാർക്ക്, സ്കൂൾ പാചക തൊഴിലാളികൾക്ക് തുടങ്ങിയ സ്കീം വർക്കേഴ്സിൻ്റെയും പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് നഴ്സുമാരുടെയും കുടുംബശ്രീ ജീവനക്കാരുടെയും സ്കൂളുകളിലെയും പഞ്ചായത്തുകളിലെയും കൗൺസിലേഴ്സ്, റിസോഴ്സ് പേഴ്സൺസ്, പ്രൈമറി ടീച്ചേഴ്സ് എന്നിവരുടെ ഹോണറേറിയം ഇടതുപക്ഷ സർക്കാർ ഗണ്യമായി ഉയർത്തുകയുണ്ടായി. ഈ സമീപനം ശക്തിപ്പെടുത്തും. ഇതിനാണ് അവർ ചോദിക്കണേ. ശക്തിപ്പെടുത്തണം, ഇനിയും ശക്തിപ്പെടുത്തണം. കുറവാണ്. 7000 കൊടുത്തു, 1000-ൽ നിന്ന് 6000 കൂട്ടി ഞങ്ങൾ 7000 കൊടുത്തില്ലേ? 2016 നിന്ന് ഏകദേശം 2026 ആവാനായി. 10 വർഷത്തിൽ നിങ്ങളെ ഭരണം കാരണം കേരളത്തിനകത്ത് ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ് ഒരു മനുഷ്യന്. എത്രത്തോളം പൈസ കൂടി. നിങ്ങൾക്ക് മാഡം ഈ വീണ ജോർജിന് അർമാനിയുടെ ബാഗ് തൂക്കി നടക്കാൻ പറ്റുന്നുണ്ടാവും. കോപ്പി അർമാനിയുടെ ബാഗ് വാങ്ങാൻ പോലും കാശില്ലാത്ത അമ്മമാരാണ് അവിടെ വന്നിരിക്കുന്നത്. അവരൊക്കെ കുടുംബത്തിലേക്ക് അവർ രാപ്പകലില്ലാതെ ആശാ വർക്കിന് വേണ്ടി ഇറങ്ങി പണിയെടുത്ത് കൊണ്ടുവരുന്ന കാശ് വീട്ടിലെത്തണം. ആ കാശ് എത്തുന്നത് തികയുന്ന രീതിയിലുള്ള കാശ് അവർക്ക് കിട്ടണം. അവരെടുക്കുന്ന പണിക്കുള്ള പൈസ അവർക്ക് കിട്ടണം. ഹെലികോപ്റ്ററിനും പശുവിന് തൊഴുത്തുണ്ടാക്കാനൊക്കെ കുറേ പൈസ ചിലവാക്കി കളയുന്നുണ്ടല്ലോ. ഇവർക്ക് കൊടുക്കണം മാഡം. ഹെൽത്ത് ഫീൽഡിൽ ഇവരൊരു അസറ്റാണ്. മനസ്സിലായോ? അതിനെങ്ങനെ അപ്പത്തേക്ക് അതിൽ രാഷ്ട്രീയം കണ്ട് അതിൽ BMS വന്നു, അതിൽ മറ്റൊരു വന്നു, ഇവർ വന്നു, ഇത് കച്ചറയാണ്, അങ്ങനെയാണ്. ദേ ആർ ദ റിയൽ അൺസങ് ഹീറോസ്, ആശാ വർക്കേഴ്സ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടാവോ? ഇപ്പോൾ ദയവ് ചെയ്തിട്ട് മറ്റേ എഡ്യൂക്കേഷണൽ മിനിസ്റ്ററോട് ചോദിക്കരുത്. അങ്ങേരിഞ്ഞ് മറ്റേ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ തപ്പിപ്പോയില്ലായിരിക്കും. അപ്പോൾ ഏകദേശം ആശാ വർക്കേഴ്സിൻ്റെ പ്രശ്നവും എന്തുകൊണ്ട് കേരള സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും, ആശാ വർക്കേഴ്സിൻ്റെ പ്രശ്നത്തിൽ കേന്ദ്രവും കേരളവും രണ്ടും ഒരുപോലെ ഇടപെടണം എന്നുള്ളതും നിങ്ങൾ ഒരു ഫെയറായിട്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇടയിലൊരാൾ വന്നതാണ്. ഇനി ബാക്ക് ടു ദാറ്റ് ചാനൽ ചർച്ച. നമ്മൾ ആശാ പ്രവർത്തക നിർത്തിയിട്ടില്ല, ഇനിയും കൊടുക്കുന്നുണ്ട്.
നിങ്ങൾക്ക് എപ്പോഴാണ് ഈ സമരത്തോട് പുച്ഛം തോന്നിയത്? ഒരു സ്ത്രീ, ഒരു സാധാരണ സ്ത്രീ സമരമുഖത്ത് എത്തണമെങ്കിൽ അവളുടെ കുടുംബവും അവളുടെ മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നിന്നുള്ള പ്രശ്നങ്ങളും ഉൾപ്പെടെ അവിടെ വന്നിരിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം. നമ്മുടെ ഭരണം എത്രത്തോളം അധംപതിച്ചു പോയെന്നു. ഒരു സ്ത്രീകൾ സമരത്തിന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഭരണകൂടത്തിന്റെ തകർച്ചയാണ് അത് കാണിക്കുന്നത്. സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണെന്ന് താഴേക്ക് 40 വട്ടം പറയുമല്ലോ. വനിതാ മതിലില്ലേ, വനിതാ ജംഗ്ഷനില്ലേ, സ്ത്രീ ശാക്തീകരണമില്ലേ, സ്നേഹിതയില്ലേ, എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുക്കിനും മൂലയ്ക്കും KSRTC ബസ്സിനും എവിടെയും എഴുതി വെച്ചുകൊണ്ട് ഇന്ന നമ്പറിൽ വിളിക്കും, ഇന്ന നമ്പറിൽ വിളിക്കുമെന്നു. ഇതൊന്നും ഒരു യഥാർത്ഥ ഭരണകൂടത്തിന് ചേർന്നതല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേന്ദ്ര മന്ത്രി അനുവദിച്ചില്ല എന്നൊക്കെ പറയുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ നമ്മുടെ വീണ മന്ത്രി കാണാൻ പോകുമ്പോൾ മുൻകൂർ അപ്പോയിന്റ്മെന്റ് ചോദിക്കണമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ അത് മുൻകൂട്ടി ചോദിക്കണമായിരുന്നു. അത് ഞങ്ങൾ തന്നെ മന്ത്രി എങ്ങനെയാ കണ്ടത്? മന്ത്രി വിളിപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. അല്ല, ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ മാഡത്തിന്റെ സൗകര്യം പരിഗണിച്ച് മാത്രമേ ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുള്ളൂ. അനിൽകുമാർ CPM-ന്റെ ആളെന്ന് പറഞ്ഞ് വന്നിരുന്ന് പഴം വിഴുങ്ങിയ അവസ്ഥയായിപ്പോയി. ചേച്ചി പറയുന്നത് കേട്ടൊരു മൂപ്പരനെ ഞെട്ടിപ്പോയി. എന്ത് ഉത്തരം കൊടുക്കാനാണ് ഇതിനൊക്കെ? എന്ത് പറയും തിരിച്ച്? സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറഞ്ഞിട്ട് മതിലും കെട്ടി നടന്നാൽ പോരാ മിസ്റ്റർ. അവരുടെ സുരക്ഷ ഉറപ്പാക്കണം. അമ്മമാരും പെങ്ങന്മാരും അവിടെ തെരുവിലിറങ്ങി പട്ടിണി കിടന്ന സമരം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ രാഷ്ട്രീയമല്ല, അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ലേ ഉള്ളത്. ഇപ്പം കേന്ദ്രം കൊടുക്കുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് പേടിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഒരു ഉളുപ്പും ഇല്ലാതെ നിങ്ങൾ വന്ന് ഞങ്ങളെ മുന്നിൽ നട്ടല് കുനിച്ച് എരുന്ന സമയത്ത് വോട്ട് കുത്തി 1-2 വട്ടം കയറ്റി വിട്ടത്. കേന്ദ്രത്തിന് അതിന് പേടിച്ച് തരാനാണ്. മനസ്സിലായോ? ഇവിടെ ഒരു മന്ത്രീനെ കാണാൻ വരെ നമുക്ക് പറ്റുന്നില്ല. ഇപ്പം ഈ ആശാ വർക്കേഴ്സിന് മന്ത്രീനെ കാണുന്നുണ്ടെങ്കിൽ മന്ത്രി അപ്പോയിൻമെൻറ്റ് കൊടുക്കണം. മനസ്സിലായില്ലേ? നാട്ടുകാരുടെ ആവശ്യം വരുമ്പോൾ മന്ത്രീനെ റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ മെയിൻ ഇഷ്യൂ, അവർ ഇത്രയും ദിവസം അവരവിടെ കിടക്കുകയാണ്. അങ്ങോട്ട് പോകാനുള്ള ധൈര്യം മന്ത്രിസഭയിലുള്ള 3 സ്ത്രീകൾക്കും ഇല്ല. ബിന്ദു, ചിഞ്ചുറാണി എവിടെയാണാവോ? കണ്ടിട്ട് പോലും ഓരോ കാലമായി 36 കണ്ടിട്ട്. വീണ ജോർജ് പിന്നെ ഇടയ്ക്ക് ഡൽഹി പോയി വരുന്നുണ്ട്. പക്ഷെ ആവശ്യങ്ങളൊന്നും 3 സ്ത്രീകളെങ്കിലും അവിടെ ചെല്ലണം. പറ്റുന്നുണ്ടോ അവരെ കൊണ്ട്? ഇല്ല. പിന്നെ നിങ്ങളുടെ നേതാക്കന്മാർ വന്നിരുന്നിട്ട് ഇത് പ്രഹസനമാണ്, ഇത് ഗൂഢാലോചനയാണ്, നട്ടലുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടന്നു കഴിഞ്ഞാൽ നാട്ടുകാരെ വായിലിരിക്കുന്നത് കേൾക്കില്ലേ? ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇല്ലയെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് ഇനിയും ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ വാശി, ഈ ഗവൺമെൻറ്റിൻ്റെ വാശി, കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് SUCAയും BMSും ആണ് എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നതും, ബാക്കി നിങ്ങളെല്ലാം പൊളിറ്റിക്കലി നോക്കി എല്ലാം രാഷ്ട്രീയപരമായി മാത്രം കണ്ട് നിങ്ങളെ തകർക്കാനാണോ എല്ലാവരും കൂടി നടക്കുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങളെ മൈൻഡിലേക്ക് വരുന്നു. അപ്പോഴത്തേക്കും മറ്റേ പ്രതിപക്ഷ നേതാവ് അവിടെ പോകുന്നു, അപ്പോഴത്തേക്ക് സുരേഷ് ഗോപി പോകുന്നു. നിങ്ങളല്ലേ ആദ്യം ചെല്ലണ്ടേ? നിങ്ങളല്ലേ പാവപ്പെട്ടവൻ്റെ പാർട്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പാർട്ടി, നിങ്ങളല്ലേ ചെല്ലണ്ടേ? നിങ്ങൾ ചെല്ലൂല. നിങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് അവരെ അറിയിക്കാനും ഇനി കിട്ടാനുള്ളത് കേന്ദ്രത്തിൽ നിന്ന് എങ്ങനെ വാങ്ങണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ബേസിക്കലി ചെയ്യേണ്ടത്. അത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഇത്ര പേടി? ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടി പോയ മുഖ്യമന്ത്രിക്ക് നടന്നുപോയി ആശാവർക്കേഴ്സിന് മുന്നിൽ പോയിരുന്ന മുട്ട് വരയ്ക്കും. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാണ്ടാവില്ല. കയ്യിൽ ഫോൺ മേടിച്ചിട്ടുണ്ട്, സോളോ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ. ഒന്നും ആവുന്നില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേന്ദ്രത്തിൽ നിന്ന് പൈസ വന്ന് അതിന് ഒരു ഫോണും മേടിച്ചു കൊടുത്ത്. ഞാൻ നാളെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്രം കൊടുത്ത ഫോണാന്ന് പറയും ചിലപ്പോൾ. അതും കേൾക്കേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ ബ്ലെയിം ഗെയിം. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഇതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മേഡം, ഞാനൊന്ന് പറഞ്ഞു. ആശമാരെ വേണ്ട, എടുത്തു കളയോ? ഞാൻ പറഞ്ഞോട്ടെ. എന്നോട് എനിക്ക് അവസരം തന്നത് ഞാൻ പറഞ്ഞോട്ടെ. ആശമാരെ എടുത്തു കളയുന്നു. നിങ്ങൾ ഈ 26,125 ആശമാരെ സംസ്ഥാന സർക്കാരിന് അത്ര ഗഡ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും പിരിച്ചുവിടട്ടെ. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി, കബളിപ്പിക്കൽ പദ്ധതി നിങ്ങൾക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന, മറ്റ് മന്ത്രിമാർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ, പരിപാടികളിൽ ഞങ്ങളെയൊക്കെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്ന് ഇരുത്താറുണ്ട്. ഞങ്ങൾ 100, 150, 200 വണ്ടിക്കൂലി ഓട്ടോയ്ക്കും ബസ്സിനും കൊടുത്താണ് ആ പരിപാടികൾ പങ്കെടുക്കാറുള്ളത്. പിന്നെ എന്തുകൊണ്ട് കേരള സർക്കാരിന് വേണ്ടി ഞങ്ങൾക്ക് ഉപകാരമില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴും ശിശു മരണ നിരക്കിൽ കേരളം നമ്പർ 1 നിൽക്കുന്ന എന്തുകൊണ്ടാണ്? അതും ഈ ആശാപ്രവർത്തകരുടെ കഴിവുകൊണ്ട് തന്നെയാണ്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എത്രയോ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരാളുടെ ഞങ്ങൾ 2 പദ്ധതി. ഇപ്പൊ ഫുട്ബോൾ തട്ടുമ്പോൾ ആർക്കും ഞങ്ങളെ തട്ടി കളിക്കാൻ പറ്റില്ല. കേന്ദ്രമാവട്ടെ കേരളമാവട്ടെ ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ പറ്റുന്നതാണ് ആ ഭരണകൂടം വ്യക്തമാക്കേണ്ടത്. ഇന്ന് 39 ദിവസമായിട്ട് ഞങ്ങളുടെ ആശാപ്രവർത്തകർ സെക്രട്ടറിയുടെ മുമ്പിൽ
റൂമിലുണ്ട്. ഞങ്ങൾ മഴയത്ത് ടാർപ്പയും പിടിച്ചിരുന്നപ്പോൾ പോലും പീരീഡ്സിലായിരുന്ന സ്ത്രീകളെ പോലും ആ ടാർപ്പ അടിച്ചു മാറ്റിയാണ് നിങ്ങളുടെ പോലീസ്. CPM-ന്റെ പോലീസ് തന്നെ ഞാൻ പറയുള്ളൂ. ഈ കേരള സർക്കാരിന്റെ പോലീസ് എന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഗുണ്ടായിസോ ഇല്ലേ കാണിച്ചത്? രജസ്വലകളായ സ്ത്രീകളെ ധൃതരാഷ്ട്ര സഭയിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തതിന് തുല്യമായി ഞങ്ങൾക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. എന്ത് വൃത്തികേട്! ഇതാണ് സ്ത്രീപക്ഷ സർക്കാർ. എനിക്കിതോടെ പറയേണ്ടി വരുന്നതിന് ലജ്ജയുണ്ട്. ഈ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ എനിക്കിത് വളരെ ലജ്ജയുണ്ട് പറയാൻ. നിങ്ങൾ എങ്ങനെയാണ് അധിക്ഷേപിക്കരുത് ആരെയും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മുഖ്യമന്ത്രിക്ക് പറയാം എനിക്കിതില്ലെങ്കിൽ പറ്റില്ല, അതല്ല ഞങ്ങൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ PSC-ക്കാർക്ക് മറ്റുള്ളവർക്കും ഒക്കെ വാരിക്കോരി നിങ്ങൾ ഇഷ്ടക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളി സ്ത്രീക്ക് എന്താ ഞങ്ങൾ തൊഴിൽ ചെയ്യുമ്പോൾ ഞങ്ങളെ തൊഴിലാളികളായിട്ടുള്ള അടിമപ്പണി ചെയ്യിക്കും. ഞങ്ങൾ വേതനം ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനം. ഇത് എവിടുത്തെ ആരുടെ ഇരട്ടത്താപ്പാണിത്? ആരുടെ ഇരട്ടത്താപ്പാണ്? ഒന്ന് പറഞ്ഞു തരുമോ ശ്രീ അനിൽകുമാർ? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾ എന്തെല്ലാം ജോലി ചെയ്തിട്ട് ഞങ്ങളെ ഒരു മാസം ചെയ്യുന്നതിന്റെ ആക്ഷൻ പ്ലാൻ എഴുതി ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങളെ JPH-ന് ആ പിറ്റേ മാസത്തിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ എഴുതി കൊടുക്കും. അവരെ സൈൻ മേടിച്ച് എന്റെ ഡയറി ഉണ്ട്, അതിന്റെ വിഷ്വൽസ് വേണമെങ്കിൽ എന്റെ മൊബൈലിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ സമരം ഫെബ്രുവരി 10 ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് 9 ദിവസവും ഞാൻ ജോലി ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ പൈസ പോലും ഈ മറ്റുള്ളവർക്കെല്ലാം കൊടുത്ത് ഞങ്ങൾ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേര് ഞങ്ങൾക്ക് ഓണറേറിയം ഇൻസെന്റീവ് ഒന്നും തന്നിട്ടില്ല. ഇതൊക്കെ ഇവിടുത്തെ ന്യായമാണ്? ഇതൊരു തൊഴിലാളി പക്ഷ ഗവൺമെന്റിന് ചേർന്നതാണോ? അപ്പൊ ഇതിലും വലിയ തിരിച്ചടി ഇനി അപ്പുറത്തിരിക്കുന്ന CPM-കാരന് കിട്ടാനില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ സർക്കാർ ഇവരുടെ എല്ലാ പ്രോഗ്രാമിനും ആളെ തയ്ക്കാനും കൂട്ടാനും ഈ പാവങ്ങളെ കൊണ്ടുപോയി വിളിച്ചിരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്താണ്ടായേ? നമ്മുടെ കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ സമയത്ത് ഇവരെന്ത് ചെയ്തു? CITU-കാർ മറ്റേ നോക്കുകൂലിക്കെതിരെ 36 പറഞ്ഞല്ലോ. അപ്പോൾ ആ ടൈമിൽ ഇവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂടി കൊടിയും പിടിച്ച് പന്തവും കത്തിച്ച് പോയൊരു പോക്കുണ്ടായിരുന്നു. അത് ഇതേപോലെ 500 ബിരിയാണിക്കും ചെയ്ത പരിപാടിയാണോ? അല്ല, ആശമാരെ സംശയിക്കുന്നത് കൊണ്ടാണ് തിരിച്ചിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടം. അപ്പോൾ ഒന്നും പറയാനില്ലടേ. എല്ലാം പറയാനുള്ളത് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, ഞാനായിട്ട് ഇനി കൂടുതൽ എന്തെങ്കിലും പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ എന്താ പറയുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിരുദ്ധൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് നമ്മളെ മറ്റേ സ്കീമിൽ നിങ്ങൾ പെടുത്തിക്കളയും. അതുകൊണ്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല. ഓക്കെ, മുഖ്യമന്ത്രിക്ക് തിരിഞ്ഞു നോക്കണം എന്നുണ്ടെങ്കിൽ അവർ തിരിഞ്ഞു നോക്കാം. ഇല്ല, എപ്പോഴത്തെയും പോലെ മൂപ്പര് റേഡിയോ ഉള്ളു, ഇങ്ങോട്ട് പറയുന്നത് മാത്രമല്ല എല്ലാവരും കേൾക്കാൻ പാടും, അങ്ങോട്ടൊന്നും മൂപ്പരോട് പറഞ്ഞുകൂടാ. അതാണല്ലോ മൂപ്പരുടെ അവസ്ഥ. അതുകൊണ്ട് ജൂനിയർ മോദികൾ ഇനി നടത്തുകയാണെങ്കിൽ നടത്തിക്കുക, ഒരു കുഴപ്പമില്ല, വിഷയമൊന്നുമില്ല. പക്ഷെ എന്താ പറയുക, അടുത്ത വോട്ട് ചോദിച്ച് ഇവരുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഓരോ കമ്മ്യൂണിസ്റ്റുകാരും ഇവരുടെ ചൂലിൻ്റെ ചൂടറിയും, അല്ലെങ്കിൽ ചേച്ചിമാരെ അറിയിച്ചു കൊടുക്കും. ആ അവസ്ഥയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്.